പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. എന്തായിരുന്നു അല്ല എനിക്ക് ഇനി എന്തായാലും അപ്പാന് ശരത്തായിട്ട് സംസാരിക്കാം അല്ലെ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഇത്ര നാളല്ലായിരുന്നു? അല്ലായിരുന്നു, ഞാൻ ശരത്തായിട്ടാ നിന്ന് ഇത്ര നാൾ. എന്തുകൊണ്ടായിരിക്കും എവിക്റ്റ് ആയത്? അത് ഉത്തരം പറ. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ പെർഫോമൻസ് മോശമായത് കൊണ്ടല്ല ഞാൻ ഒരിക്കലും എവിക്റ്റ് ആയത്. പക്ഷെ നമ്പർ ഓഫ് ആൾക്കാർ കൂടിയപ്പോൾ എന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോയി കാണാം. പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ. അല്ല, നമുക്ക് ഇങ്ങനെ പറയാലോ, നമ്മളെക്കാളും കുറച്ചും കൂടെ മേലെ പോയി മറ്റുള്ളവരുടെ പെർഫോമൻസ് അങ്ങനെ ആവാലോ. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോഴും ഇറങ്ങേണ്ട ഒരാളല്ല ഞാൻ. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. പല ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അനുമോളുടെ പല ഡ്രാമാസിലും ഞാൻ പെട്ടുപോയ പോലെ എനിക്ക് ഫീൽ ചെയ്യും. മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ ഞാൻ ആക്ച്വലി ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. അവളുടെ അടുത്താണെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ജെന്യൂൻ ആയിട്ട് നിന്നിട്ടുള്ളൂ. ബട്ട് അവള് കുറച്ച് ഫേക്ക് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി അവര് ഫേക്ക് ആണോ? എനിക്ക് തോന്നുന്നുണ്ട്. യെസ്. അല്ല, ഞാനും ശ്രദ്ധിക്കായിരുന്നു, അനങ്ങിയ കരയുന്ന അനു ലാലേട്ടൻ ഇത്രയും ആ എപ്പിസോഡിൽ പറഞ്ഞിട്ട് പോലും ഒരു കണ്ണുപോലും നിറഞ്ഞു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. പോക്കിരുത്തം കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.